ഹലോ കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ കട്ട് പീസിൽ നിന്നും ഒരു മാല, വെറൈറ്റി ആയിട്ടുള്ള ഒരു മാല എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നാട്ടോ. അതിനായിട്ട് 3 പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു 15.5 ഇഞ്ച് നീളത്തിലും, രണ്ടാമത്തെ പീസ് 17 ഇഞ്ചിലും, മൂന്നാമത്തെ പീസ് 19.5 ഇഞ്ചിലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി 1.5 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡോറി തയ്ക്കുന്നത് പോലെ ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അടിച്ചിട്ട് തിരിച്ചെടുക്കണം. നമ്മൾ ഇതിലെ ഓരോ പീസും നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. നമുക്കിതിന് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഇതിൽ 3 ലെയറാട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 or 5 ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാട്ടോ. അതിനനുസരിച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു പീസ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ 3 പീസും നമ്മൾ അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതേപോലെ സൈഡിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഭാഗം എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ നമ്മൾ ഇടുമല്ലേ, അതേപോലെ ഉള്ളിലോട്ടിട്ട് തിരിച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ 3 പീസും നമ്മൾ തിരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതുപോലെ 3 പീസ് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ ഒരു നൂലെടുക്കുക. നമ്മൾ സ്വെറ്ററൊക്കെ തുന്നൂലേ, അങ്ങനത്തെ നൂല്. അത് നമ്മൾ ഓരോ പീസിനും കണക്കാക്കിയിട്ട് നമ്മൾ എടുക്കണേ. കറക്റ്റ് നീളം എടുക്കാതെ ആ കറക്റ്റ് നീളത്തിന് കുറച്ച് കൂട്ടി എടുക്കണം. അത് 4 മടങ്ങായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോഴേ കുറച്ചിങ്ങനെ ഉരുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടാനാണ് ഈ നൂല്. അപ്പോൾ അത് കുറച്ച് ഉരുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൂലെടുത്തിട്ടുള്ളത്. അതേപോലെ ഈ 2 പീസിനും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 4 മടങ്ങ് വെച്ചിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിലൂടെ ഇടണം. അതിന് സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ സൂചി ഉണ്ടെങ്കിൽ അത് വെച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ സേഫ്റ്റി പിന്നിൻ്റെ അടിഭാഗത്തുള്ള ഹോൾസ് ഇല്ലേ, അതിൽ കോർത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിരുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ സൂചി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നമുക്ക്. ഇതേപോലെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. അതേപോലെ മറ്റ് 2 പീസിനെയും കൂടെ ഉള്ളിലോട്ട് കടത്തി വിടാം കേട്ടോ. കണ്ടില്ലേ, ഇത് 3 പീസിലൂടെയും ഞാൻ ഈ നൂലിട്ട് വലിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബാക്കി വരുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കുറച്ച് കൂട്ടിയെടുക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ പിന്നിട്ട് വലിക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് 3 പീസ്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ 3 പീസും നമ്മൾ വെച്ചിട്ട് നമുക്ക് സൂചി നൂല് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഓരോ പീസും മുകളിലൂടെ വെച്ച് കൊടുക്കരുത് കേട്ടോ. അടുപ്പിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി കൂടിയ പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ മറ്റേ ഭാഗവും ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായി വെച്ചതിന് ശേഷം അടിച്ചെടുക്കുക. അപ്പോൾ 2 ഭാഗവും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് 2 ഇഞ്ച് വീതിയിലും 2.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുത്തതിന് ശേഷം ഇതേപോലെ മടക്കി ഇതിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ കെട്ടിയിട്ട് അടിച്ചതിന് ശേഷം ആ പീസ് ഇങ്ങോട്ട് മറിച്ചെടുക്കുക. ഇപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ തയ്ക്കുന്നത്. ഇതേപോലെ മറ്റ് ഭാഗവും കൂടെ തയ്ച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് 1 ഇഞ്ച് വീതിയിലും 9 ഇഞ്ച് നീളത്തിലുള്ള ഒരു ചെറിയൊരു പീസ്, 2 പീസ് എടുക്കണം. അത് നമ്മൾ സാധാരണ ഡോറി തയ്ക്കുന്നില്ലേ, ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാം. ഇതേപോലെ ചെറിയൊരു വള്ളി ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് തയ്ക്കുന്നത്.
ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ സ്റ്റിച്ച് പെട്ടെന്ന് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ മറ്റേ പീസും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റേത് ആദ്യം ചെയ്ത പോലെ തന്നെ തിരിച്ചെടുക്കുക തുണി. ഞാൻ സൂചിയിൽ നൂല് കോർത്തിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചെടുക്കുന്നത്. രണ്ട് പീസും നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അടിച്ചെടുത്തില്ലേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് വശത്തും നമ്മൾ കെട്ടാനുള്ള വള്ളി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ നടുഭാഗത്ത് 3 ലെയറിലും നടുവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുത്തോ അല്ലെങ്കിൽ വലിയ ഹോൾസുള്ള മുത്തുണ്ടെങ്കിൽ അത് ഇതിലൂടെ കോർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാൻ